ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലെ ഏറ്റവും ഗ്രാൻഡ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനിലൊന്നായ ഫിനിക്സ് മാൾ ഓഫ് ഏഷ്യയിലേക്കാണ്. ബെട്രായനപുര ബെല്ലാരി റോഡിലാണ് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. ഷോപ്പിംഗ്, ഫുഡ്, എൻ്റർടൈൻമെൻറ്റ് എല്ലാം ഒരേ സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസീവ് ഡെസ്റ്റിനേഷനാണിത്. മാളിൻ്റെ പുറത്ത് തന്നെ അടിപൊളി ഡെക്കറേഷൻസും കളർഫുൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് എൻട്രൻസിൽ എത്തിയപ്പോൾ തന്നെ എന്നെ അട്രാക്ട് ചെയ്തത് അവിടുത്തെ വലിയൊരു ഹാങ്ങിങ് ലൈറ്റ്സ് ആയിരുന്നു. ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി ഈ കാണുന്ന കൂൾ ഇൻറ്റീരിയേഴ്സ് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള അണ്ടർഗ്രൗണ്ടും ഫുഡ് കോർട്ടും എല്ലാം ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ഞങ്ങൾ നേരെ പോയത് കിഡ്സ് പ്ലേ ഏരിയയിലേക്കാണ്. കുട്ടികളെ എത്ര നേരം വേണമെങ്കിലും പിടിച്ചിരുത്താൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഏരിയ ആണിത്. ഈ കുഞ്ഞു ബ്ലോക്സ് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി വരുമ്പോഴേക്കും സമയം പോകുന്നത് അറിയില്ല. അങ്ങനെ അത് വെച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു മോഡലാണിത്. അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നതിനിടയിൽ വിശപ്പിൻ്റെ വിളി അതികഠിനമായപ്പോൾ നേരെ വിട്ടു KFCയിലേക്ക്. KFCയിൽ എല്ലാവരും പോകുന്നത് ചിക്കൻ കഴിക്കാനാണെങ്കിൽ ദേവ് പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാനാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴാണ് മോൾ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു എനർജിയൊക്കെ വന്നത്. ബാക്കി ഫുഡ് പാർസൽ വാങ്ങി ഞങ്ങൾ വീണ്ടും കറക്കം തുടങ്ങി. അപ്പോൾ ദേ ഞങ്ങളുടെ മുന്നിൽ ഫിലിം സ്റ്റാർ മനോജ് K ജയൻ. ആള് ഫാമിലി ഒത്ത് ഷോപ്പിങ്ങിന് വന്നതാണ്. ഈ യാത്രയിലെ ഏറ്റവും സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു അദ്ദേഹത്തെ നേരിൽ കാണാൻ കഴിഞ്ഞത്. അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ കണ്ട ആ മൊമെൻ്റ് ഒരിക്കലും മറക്കാനാവാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആ ഒരു ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒത്തിരി സന്തോഷത്തോടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴുണ്ട് ഒരാളിവിടെ ലൈവ് പിയാനോ വായിക്കുന്നു. അതും ആഷിഖി 2ലെ അടിപൊളി സോങ്. കുറച്ചു നേരം അതൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴേക്കും രാത്രിയായിരുന്നു. നൈറ്റ് വ്യൂ ആയപ്പോഴേക്കും മോളിൻ്റെ ലുക്ക് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് വൈബ് അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ഒരുപാട് നല്ല മൊമെൻറ്റ്സും മെമ്മറീസും സമ്മാനിച്ച നല്ലൊരു ഔട്ടിംഗ് ആയിരുന്നു ഇത്. ബാംഗ്ലൂരിൽ നിങ്ങൾ ഇതുവരെ മോൾ ഓഫ് ഏഷ്യ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാം.